ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുവൈറ്റ് ടവർ കാണാൻ വന്നതാണ്. അപ്പം ഒരു കുവൈറ്റിൽ വന്നപ്പോൾ നമ്മൾ കുവൈറ്റ് ടവർ കാണിച്ചില്ലെന്ന് വേണ്ട, അങ്ങനെ നമ്മൾ കുവൈറ്റ് ടവർ കാണാൻ വന്നതാണ്. അങ്ങനെ ടവറിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്ക് അയർവാവെ എടുത്ത് പറഞ്ഞ് ചേലക്കുറിമാനം കളിക്കാൻ പറഞ്ഞ് അങ്ങനെ അവൾ കളിക്കാൻ ട്രൈ ചെയ്യുവാണ്. പക്ഷെ വീട്ടിൽ വെച്ച് കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കും കേട്ടോ. പൈസൂട്ടൻ എൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ചാടുവാണ്. പിന്നെ 4 മക്കളും കൂടെ അവിടെ നിന്ന് ചാട്ടവും ബഹളവും ഒക്കെ ആയി. അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറാനായിട്ട് പോയി. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി 120-ലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് പോകും തോറും നമ്മുടെ ചെവിയൊക്കെ ഇങ്ങനെ അടച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ എത്തി. ഇതാ ഈ ഒരു വ്യൂ ആണ് പറയാണ് അവിടെ നിന്ന് കാണാൻ. ഇതിന് മുന്നേ ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിലും രാത്രിയാണ് വന്നത്. പേരൻസ് ഒക്കെ വന്ന ടൈം ഞാനതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാൻ ഞാൻ ഇതിനകത്ത് പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഈ കാണുന്നത് ടവറിനടുത്തുള്ള മനോഹരമായ ബീച്ചും മക്ഡൊണാൾഡ്സും പിന്നെ അക്വാ പാർക്കും ഒക്കെയാണ്. ആ ബീച്ചൊക്കെ കാണാൻ എന്താ നല്ല ഭംഗി എന്നറിയാം. ഇവിടെ നിന്ന് നോക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ ആ അക്വാ പാർക്കും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മളവിടെ നിന്നിട്ട് സെൽഫിയും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ മതിയാവാതെ തരത്തിൽ ഇങ്ങനെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ്. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്ത ഭാഗത്താണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുവാണ്. പിന്നെ കുഞ്ഞിൻ്റെ ഐസുട്ടൻ്റെയും ഓർമ്മയിൽ ഇങ്ങനെ ആദ്യമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് കുഞ്ഞ് എങ്കിൽ പിണങ്ങി അങ്ങ് പോയി. പിന്നെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് നോക്കുമെങ്കിൽ ആ റോഡും സിറ്റിയും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. കുവൈറ്റിൽ 3 ടവറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ലിബറേഷൻ ടവർ, പിന്നെ ഈ ഒരു കുവൈറ്റ് ടവേഴ്സ് എന്ന് അറിയപ്പെടുന്ന ഈ ടവർ, പിന്നെ മഷ്റൂം ഷേപ്പിലുള്ള കുവൈറ്റ് വാട്ടർ ടവേഴ്സ് അല്ലെങ്കിൽ വാട്ടർ ടാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടവറിലാണ് നമുക്ക് കയറാനും ഒക്കെ പറ്റുന്നത്. അങ്ങനെ ഈ ടവറിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുവൈറ്റിലെ വാട്ടർ ടാങ്കേഴ്സ് ഉൾപ്പെടുന്ന 34 ടവറുകളുള്ള വലിയ കുവൈറ്റ് വാട്ടർ ടാങ്കർ സംവിധാനത്തിലെ 6ാമത്തെ അവസാനത്തെയും ഗ്രൂപ്പാണിവ. ഇതിനെ ഔദ്യോഗികമായി ഇനാഗുറേഷൻ ചെയ്തത് 1979 മാർച്ചിലാണ്. പിന്നെ 2012-2016 കാലഘട്ടത്തിൽ ഇത് അടച്ചിട്ടിരുന്നു കുറച്ച് പണികൾക്ക് വേണ്ടിയിട്ട്. 2016 റീഓപ്പൺ ചെയ്യാൻ നേരത്ത് ഭയങ്കര ഫയർ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞാൻ അന്നോട്ടേ ആഗ്രഹിക്കുകയാണ് കുവൈറ്റ് ടവറിൽ വരണമെന്ന്. പക്ഷെ നടന്നിട്ടില്ല. പിന്നെ പേരൻസുമായിട്ട് വന്നപ്പോഴാണ് അന്ന് രാത്രിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചയൊന്നുമല്ല, വേറെ നൈറ്റ് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റിയത്. നമ്മൾ ലഞ്ചൊന്നും കഴിക്കാനാണ് കയറിയത്. അപ്പോൾ നന്നായിട്ട് വിശന്നു. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചും ഐസ് ക്രഷും വാങ്ങി കഴിച്ചു. പിന്നെ ചിപ്സും വാങ്ങിച്ചു മക്കൾക്ക് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബ്ലൂബെറിയുടെ ഐസ് ക്രഷ് ആയിരുന്നു. അപ്പോൾ നാവും ചുണ്ടും എല്ലാം നല്ല ബ്ലൂ കളറിൽ ഇരിക്കുമായിരുന്നു. ഞാനപ്പോൾ ആദമോനോട് പറഞ്ഞു നാവൊക്കെ കാണിക്കുക വീഡിയോയിൽ. ഇപ്പോൾ സ്കൂളിൽ ഫ്രണ്ട്സിനെയൊക്കെ പോയി വീഡിയോ കാണിക്കാൻ നാവൊക്കെ ഇങ്ങനെ ബ്ലൂ കളറിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അവനെങ്ങനെ കാണിച്ചു തരുവാണ്. പിന്നെ നമ്മൾ കുവൈറ്റ് ടവറിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ഫ്രീജിൽ പോയി മജ്ബൂസ് കഴിച്ചു. പിന്നെ നമ്മൾ സാധാ ഒരു മജ്ബൂസാണ് ഓർഡർ ചെയ്തത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചതേ അറിഞ്ഞില്ല. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.